നമസ്കാരം. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെ ഭരിച്ചുപോയ ഒരു കാലഘട്ടമായിരുന്നു. ആ 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഖജനാവ് കാലിയാക്കിയിട്ടാണ് UDF പോയത്. LDF വന്നു, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യവുമായി ആണ് ജനങ്ങളെ നേരിട്ടത്. അതിനുശേഷം LDF ഗവൺമെന്റ് വരുന്നു 2016. ആ 2016 അധികാരത്തിൽ വരുമ്പോൾ ഖജനാവ് കാലിയാക്കിയിട്ടാണ് പോയത്. അവിടെ നിന്ന് കിഫ്ബി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ ഉണ്ടാക്കുകയും LDF ഗവൺമെന്റ് ഉണ്ടാക്കുകയും ആ കിഫ്ബി മുഖാന്തരം നിക്ഷേപങ്ങൾ നടത്തുകയും ആ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക നിക്ഷേപം നടത്തുകയും പല രാജ്യങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും സാമ്പത്തികം സമാഹരിച്ച് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള മാറ്റങ്ങളാണ് ആ കിഫ്ബി മുഖാന്തരം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിയത്. അത് റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആശുപത്രി കെട്ടിടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കെല്ലാം വേണ്ട ഒരു സാമ്പത്തിക പാക്കേജ് തന്നെ കിഫ്ബി മുഖാന്തരം കേരളത്തിൽ നടപ്പാക്കുകയുണ്ടായി. ഈ 2016 ശേഷം ഇപ്പോൾ 2021 തുടർഭരണം തുടങ്ങി 9 വർഷമായി LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 9 വർഷത്തിനിടയ്ക്ക് 1 ലക്ഷം കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, 2016 മുമ്പ് ഇവിടുത്തെ പെൻഷൻ തുക എന്ന് പറയുന്നത് കേവലം 600 രൂപയായിരുന്നു. അത് 18 മാസത്തെ കുടിശ്ശിക ഇവിടെ ഇട്ടേച്ചുമായിരുന്നു UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോയത്. അതിനുശേഷം 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ആ 18 മാസത്തെ കുടിശ്ശിക തീർത്ത് ജനങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കുകയുണ്ടായി. അന്ന് 600 രൂപ വെച്ചുള്ള ഈ 18 മാസത്തെ കുടിശ്ശികയും ജനങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ലൊരു തുക കയ്യിൽ ഒരുമിച്ച് കിട്ടിയത് പലർക്കും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതായി ഓർമ്മ കാണുമല്ലോ. ആ അന്ന് തുടങ്ങിയ വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് ഈ 2025 ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സമയം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷവും BJPയും പ്രചരിപ്പിക്കുന്നത് പോലെ ഇവിടെ വികസന മുരടിപ്പാണ്, ശ്രീലങ്കയിലെ പോലെ സാമ്പത്തിക മാന്ദ്യതയാണ് കേരളത്തിലും എന്നുള്ള രീതിയിൽ വൻപിച്ച പ്രചാരണം നടക്കുന്ന വേളയിലാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്നത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. കേരളത്തിലെ പ്രതിപക്ഷവും BJPയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ നുണപ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. എന്നാൽ വസ്തുതാപരമായിട്ട് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ആൾക്കാരുടെ ഇടയിൽ ഒരു വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തി എങ്ങനെയും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDFും BJPയും സഞ്ചരിക്കുന്നത്. അതിനോടൊപ്പം വലതുപക്ഷ മാധ്യമങ്ങളും ഉൾപ്പെടെ ഈ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ആ ചർച്ചയിൽ നമ്മൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഈ 9 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും കിഫ്ബി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വികസന പരിപാടികളുമൊക്കെ കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ചർച്ച ഒന്ന് കാണാം. നമുക്ക് ഈ കഴിഞ്ഞ 4 വർഷമായി ഈ സംസ്ഥാനത്തിന് എന്തിൻ്റെ കുറവാണ് ഉണ്ടായത്? മലയാളത്തിൽ ചോദിച്ചാൽ ഒന്നിൻ്റെയും കുറവുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനമാണ്. നിങ്ങൾ റോഡുകൾ നോക്കിക്കോളൂ, പാലങ്ങൾ നോക്കിക്കോളൂ, സ്കൂളുകൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് അംഗനവാടികൾ നോക്കിക്കോളൂ. നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസനങ്ങളും കൊണ്ടുവരാൻ കിഫ്ബി മുഖാന്തരം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 1 ലക്ഷം കോടി രൂപയൊന്നും ഇതിന് മുൻപുള്ള സർക്കാരുകൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എവിടുന്നാണ് എല്ലാ കാലത്തും ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നത്? എവിടുന്നാണ് ഫണ്ട്? ഫണ്ടില്ല. പക്ഷേ
പക്ഷേ ഈ ഫണ്ട് എങ്ങനെയാണ് 1 ലക്ഷം കോടി കിഫ്ബിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെന്നുള്ളത്. 1 ലക്ഷം കോടി അടിസ്ഥാനപരമായി വികസനം, ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വികസനമാണ്. അടിത്തട്ടിൽ നിന്ന് വികസനം വരണം. അതുകൊണ്ടാണ് നമുക്ക് നോക്കിയുള്ളൂ മലയോര ഹൈവേകൾ എങ്ങനെയാണ് വന്നത്, ഗ്രാമീണ റോഡുകൾ എങ്ങനെയാണ് നന്നായത്, ഇതെല്ലാം നന്നായത് എന്ന് പറയുന്നത് ഈ അടിസ്ഥാന വികസനം കൊണ്ടാണ്. നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ടൂറിസം കേന്ദ്രങ്ങളെല്ലാം വികസിച്ചില്ലേ, വലിയ രീതിയിൽ ടൂറിസം വരുമാനം വന്നില്ലേ, ഹോട്ടലുകൾ വന്നില്ലേ, റിസോർട്ടുകൾ വന്നില്ലേ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റായി കേരളം മാറിയില്ലേ. ഈ രീതിയിൽ ടൂറിസത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പവർ കട്ട് കണ്ടോ? നമ്മൾ കറണ്ട് പോവുക വരിക നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ എല്ലാവരും പറയുന്നത് പോലെ തന്നെ 9 വയസ്സായ ഒരു കുട്ടീനോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് കേരളത്തിന് അവർക്ക് എന്താണെന്നൊക്കെ അറിയില്ല. കാരണം പവർ കട്ടിൻ്റെ സംവിധാനം ഇല്ലാതായി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിൻ്റെ കയ്യിൽ 2016 കിട്ടുന്നത് എന്താ അറിയോ? ശൂന്യമായിട്ടുള്ള ഒരു ഖജനാവാണ്. ആ ശൂന്യമായ ഖജനാവിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോഴാണെങ്കിലും നിങ്ങൾ 600 രൂപ പെൻഷൻ കൊടുത്തു 1600 രൂപ പെൻഷൻ കൊടുത്തിട്ട് സർക്കാർ കൊണ്ടു നടക്കുന്നില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നില്ലേ? ലൈഫ് മിഷൻ വീട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ്. ഇതിൽ നമുക്കറിയാം കിഫ്ബി മുഖാന്തരം അടച്ച തുക കൊണ്ടാണ് NH ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 5000 രൂപ 5600 സംതിങ്ങോളം രൂപ കേന്ദ്രത്തിലേക്ക് അടച്ചത് കൊണ്ടാണ് നാഷണൽ ഹൈവേക്ക് ഇപ്പോൾ അവിടുത്തെ സാമ്പത്തികം ഇങ്ങോട്ട് കൊടുത്തത്. കേന്ദ്രത്തിൽ നിന്ന് പൈസ അനുവദിച്ചത് തന്നെ കേരളം സ്ഥലമേറ്റെടുപ്പിനുള്ള പൈസ നമ്മൾ കൊടുത്തത് കൊണ്ടാണ് ആ പൈസ നമുക്ക് കേന്ദ്രം അനുവദിച്ചത്. അതുപോലെ തന്നെ മലയോര ഹൈവേ കേരളത്തിന്റെ തനതായിട്ടുള്ള കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒന്നാണ് മലയോര ഹൈവേ. തീരദേശ ഹൈവേ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഒന്നാണ് കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പെൻഷൻ വിതരണവും അതുപോലെ തന്നെ 1600 രൂപയാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. അത് കൂട്ടുമെന്ന് പ്രകടന പത്രികയിൽ LDF പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായിട്ട് പെൻഷന്റെ തുക പോലും 5 ലക്ഷം പേർക്കാണ് കേന്ദ്രത്തിൽ നിന്ന് 300 രൂപ അയച്ചു തരുന്നത്. ആ പൈസ പോലും കൃത്യമായിട്ട് തരുന്നില്ല. എങ്കിൽ പോലും ഇവിടെയുള്ള ആ 5 ലക്ഷം പേർക്കും കേന്ദ്രത്തിന്റെ ഫണ്ട്, കേന്ദ്രത്തിന്റെ പെൻഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെ അത് കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 5 പൈസ അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല. ആ പൈസ കൂടി കേരളത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 1 ലക്ഷം കോടി രൂപയാണ് 9 വർഷമായിട്ട് ഈ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചിലവാക്കിയ തുക എന്ന് പറയുന്നത്. അതിലൂടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശത്തുള്ളവർക്കും മുക്കിനും മൂലയിലും ഉള്ള ഏതൊരു പൗരനും വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വികസനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് സുനിശ്ചിതമായി നമുക്ക് പറയുവാൻ കഴിയും.